നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 4 31 മുതലുള്ള തിരുവചനങ്ങൾ. പിന്നെ അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കഫർനാമിൽ എത്തി. സാബത്തിൽ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവന്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം അധികാരത്തോടു കൂടിയതായിരുന്നു അവന്റെ വചനം. അവിടെ സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ഉണ്ടായിരുന്നു. അവൻ ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്ക് അറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു പറഞ്ഞു, മിണ്ടരുത്, അവനെ വിട്ടുപോകൂ. ആ പിശാച് ഉപദ്രവം ഒന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷം അവനെ വിട്ടുപോയി. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, എന്തൊരു വചനമാണിത്! ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നുവല്ലോ. അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ഏറ്റുചൊല്ലാം. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥം വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യത്തിൻ്റെ നീർച്ചാലായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോയെ, നീ എന്നിൽ ജീവിക്കണമേ. ഈശോയെ, നീ എന്നിൽ സ്നേഹിക്കണമേ. ഈശോയെ, നീ എന്നിൽ കുർബാനയാകണമേ. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് സെപ്റ്റംബർ മാസം 1-ാം തീയതി തിങ്കളാഴ്ച രാത്രിയിൽ 8 നോയമ്പ് ആരംഭിച്ചിരിക്കുന്ന ഈ ദിവസത്തിൻ്റെ ഈ രാത്രിയിൽ ദിവ്യകാരുണ്യ ഈശോയുടെ ചുറ്റും ആയിരിക്കാൻ കഴിയുന്ന ഈ സമയത്തെ ഓർത്ത് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. ഈശോയെ കാണാനും അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കാനും അവിടുത്തെ സ്നേഹം ആസ്വദിക്കാനും ഓരോ പ്രാവശ്യവും ഈശോയെ എന്ന് വിളിക്കുമ്പോൾ അവിടുത്തെ തിരുമുഖം നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും വീണ്ടും തെളിയപ്പെടുന്നതിനും അവിടുന്ന് ഇടവരുത്തുന്നതിനെ ഓർത്ത് ഒരിക്കൽ കൂടെ ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഈശോ പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്ന വചനം നമ്മൾ ധ്യാനിക്കുകയാണ്. ഈശോയെ കാണുമ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, നിലവിളിക്കുകയാണ്, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? യഥാർത്ഥത്തിൽ അയാൾ ചോദിക്കേണ്ടിയിരുന്നത് എന്താണ്? കർത്താവേ, എൻ്റെ കാര്യത്തിൽ
ഇടപെടണമേ എന്നാണ് രോഗിയായിരിക്കുന്ന ഒരു മനുഷ്യൻ പറയേണ്ടിയിരുന്നത്. പക്ഷേ ഇയാൾ പറയുന്നത് എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട എന്നാണ്. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു കൊള്ളട്ടെ, നമ്മൾ വെറുതെ വിട്ടേക്ക്, നമ്മുടെ കാര്യത്തിൽ ഇടപെടണ്ട. ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. ആര് സമ്മതിക്കുന്നില്ല? ഈശോ. ആരെ? പിശാച് ബാധിതൻ പറയാണ്. അപ്പോൾ ഈ പിശാച് ബാധിതൻ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ അതും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അവിടെ സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവനുണ്ടായിരുന്നു. സിനഗോഗ് എന്ന് പറഞ്ഞാൽ പള്ളി, പ്രാർത്ഥിക്കുന്ന സ്ഥലം. പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ആരാണ് ഇരിക്കുന്നത്? പിശാച് ബാധിതൻ. അപ്പോൾ പിശാച് ഉള്ളിൽ കയറി ആള് വന്നിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരെന്താണ്? അപ്പോൾ പള്ളിയിൽ വന്നിരിക്കുന്നത് ആരാണ്? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആർക്കും പള്ളിയിൽ വരാൻ പറ്റും. ഓക്കെ. അപ്പോൾ അങ്ങനെ പള്ളിയിൽ വന്നിരിക്കുന്ന ഇയാള് പക്ഷേ കർത്താവിനോട് പറയുകയാണ്, നമ്മളെ വെറുതെ വിട്ടേക്ക്, എന്നാൽ പിന്നെ ഇവിടെ വന്നിരിക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ വെറുതെ വിട്ടേക്ക്, ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്ക് എന്ന് പറഞ്ഞ് എവിടെ വന്നിരിക്കുകയാണ്? പള്ളിയിൽ വന്നിരിക്കുക. അപ്പോൾ ഈശോ ആ പിശാച് ബാധിതനെ പുറത്താക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, പിശാച് ബാധിതന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈശോയെ തൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ അനുവദിക്കുന്നില്ല. അതാണ് പിശാച് ബാധിതൻ. അത് അവൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്കിഷ്ടമുള്ളിടത്തൊക്കെ വന്നിരിക്കും, എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യും, ഞാൻ ഇഷ്ടമുള്ളിടത്തൊക്കെ നടക്കും, എൻ്റെ ജീവിതത്തെ എന്നെ പൂട്ടിക്കെട്ടാൻ വരണ്ട, എന്നെ പുറത്താക്കാൻ വരണ്ട, എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട, ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കും. പ്രിയപ്പെട്ടവർ, ഈ ഒരു മനോഭാവം ചെറിയ അളവിലോ വലിയ അളവിലോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടാറുണ്ട്. ഈശോ നമ്മോട് പറയും, മകനെ അങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും, അങ്ങനെയൊന്നുമല്ല, ഇങ്ങനെയാണ്. കർത്താവ് പറയുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ, നമ്മൾ പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ. ആഹാ, മനസ്സിലായോ? നമ്മളോട് കർത്താവ് പറയും, മോനെ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ, എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കൊള്ളാം, ചേട്ടൻ്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറയുന്ന മനോഭാവം. നിന്റെ ആ ചിന്ത തെറ്റാണ്, ഇല്ല എൻ്റെ ചിന്ത ശരിയാണ്. നിന്റെ ആ സംസാരം തെറ്റാണ് എന്ന് കർത്താവ് പറയുമ്പോൾ, ഇല്ല എൻ്റെ സംസാരം ശരിയാണ്. നിന്റെ ആ രീതികൾ തെറ്റാണ്, അല്ല എൻ്റെ രീതി ശരിയാണ് എന്ന് പറയുന്ന നിലപാടാണ് പിശാച് ബാധ. എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട, ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ ചിന്തിക്കുന്നതാണ് ശരി, ഞാൻ പ്രവർത്തിക്കുന്നതാണ് ശരി, ഇതിനപ്പുറമൊന്നുമില്ല, എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട. ഈ മനോഭാവത്തെയാണ് ഈശോ പുറത്താക്കുന്നത്. ഈശോയോട് പിശാച് ബാധിതൻ പറയാണ്, നീ ആരാണെന്ന് എനിക്കറിയാം. അല്ലേ? എന്താ പറയുന്നത്? ചേച്ചി ആരാണെന്ന് നമുക്കറിയാം. ഈശോയാണ്. എന്നിട്ട് പറയാണ്, നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. അതാണ് പിശാച് ബാധിതന് എന്തറിവുണ്ടായിരുന്നു? ദൈവം, ഈശോ പരിശുദ്ധനാണെന്ന അറിവുണ്ടായിരുന്നു. നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്, പക്ഷെ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ടാൽ മതി, എൻ്റെ കാര്യത്തിൽ. മക്കള് മാതാപിതാക്കളോട് ചില നേരത്ത് പറയും, എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട, എനിക്കറിയാം, പറയാറില്ലേ? ആ മോനെ നീ കള്ളു കുടിച്ച് നടക്കല്ലേ, എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട. എൻ്റെ കാര്യത്തിൽ ദൈവം ഇടപെടരുതെന്ന് പറയുന്നവനാണ് രാജുബാജി. അപ്പോൾ ഈശോ വന്നിട്ട് എന്ത് ചെയ്തു? ഈശോ അവനോട് പറഞ്ഞു, മിണ്ടരുത്, ചുപ്പ് രഹോ. എന്താ പറഞ്ഞത്? ഈശോ ഹിന്ദിയാണ് സംസാരിച്ചു. ഷട്ടപ്പ് എന്ന് പറഞ്ഞു. നീ മിണ്ടരുത്. നീയല്ല മിണ്ടേണ്ടത്. ആരാണ് മിണ്ടേണ്ടത്? ഈശോയാണ് മിണ്ടേണ്ടത്. പ്രിയപ്പെട്ടവർ, ചില സമയത്ത് നമ്മളോട് കർത്താവ് പറയും, നീ മിണ്ടാതിരിക്കുക,
നീ എല്ലാം മിണ്ടേണ്ടത്. നമ്മളതും ഇതൊക്കെ പറയും. അപ്പോൾ ഈശോ പറയാണ്, സ്നേഹപൂർവം പറയുകയാണ്, നീ മിണ്ടല്ലേ, മിണ്ടണ്ട, നീ പറയുന്നത് തെറ്റാണ്, നീ മിണ്ടരുത്. എന്നിട്ട് പറയാണ്, അവനെ വിട്ടുപോകൂ. ഈശോ പറഞ്ഞു, അവനെ വിട്ട് പോകൂ. അപ്പോൾ ആ പിശാച് അവനെ വിട്ടുപോയി. ഇതാണ് ഡെലിവറൻസ്. അവനെ വിട്ടുപോകൂ, അവളെ വിട്ടുപോകൂ എന്ന് യേശുനാമത്തിൽ കൽപ്പിക്കുമ്പോൾ തള്ളിയിട്ടതിന് എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷം അവനെ വിട്ടുപോയി. എല്ലാവരും അത്ഭുതപ്പെട്ടു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ചില തിന്മകൾ, ചില നെഗറ്റിവിറ്റീസ്, നിഷേധാത്മകമായ ചിന്തകൾ, പക്വതയില്ലാത്ത വ്യാപാരങ്ങൾ, പ്രവണതകൾ നമ്മളിൽ നിന്ന് വിട്ടുപോകാൻ, ഈശോ ആഗ്രഹിക്കാത്തത് നമ്മളിൽ നിന്ന് വിട്ടുപോകണം. അതാണ് പിതാവിനാൽ നടപ്പെടാത്ത ചെടികളെല്ലാം പിഴുതെറിയപ്പെടുമെന്ന് മത്തായി 15:13 പറയുന്നത്. നമ്മുടെ ഹൃദയം പരിശോധിക്കുമ്പോൾ ഈശോ നട്ടതല്ലാത്ത ചില ചെടികൾ അവിടെ വളർന്നു നിൽക്കുന്നത് കാണാൻ കഴിയും. അതിനെ ഈശോ നൽകുന്ന കൃപാവരത്തിൻ്റെ സഹായത്താൽ പിഴുതുകളയാനായിട്ട് ആഗ്രഹിച്ച് നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ. നമുക്ക് കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് കരമടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ കരമടിച്ച് നന്ദി പറയട്ടെ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ശിരസ്സിന് മുകളിൽ കരമുയർത്തി കരമടിച്ച് നന്ദി പറയട്ടെ. ഹല്ലേലൂയ, 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 നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ 7 നിയോഗങ്ങൾ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭൗതിക ജീവിതത്തിന് വേണ്ടി, ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും നടക്കുന്ന വചന ശുശ്രൂഷകളുടെ വിജയത്തിന് വേണ്ടി, പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ മാസം മുഴുവനും വലിയ ആത്മീയമായ ഉണർവിൻ്റെയും വളർച്ചയുടെയും ഒരു മാസമായി തീരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം. ഈശോയേ, 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 ഈശോയേ,
ഈശോയേ 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 ഈശോയേ. നമുക്ക് മുട്ടുകുത്താം. പ്രിയപ്പെട്ടവരെ, രാത്രിയിൽ നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. യുദ്ധങ്ങൾ, കലാപങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ ഇവയുടെയൊക്കെ ഇരകളായി കഴിയുന്നവരെ, അഭയാർത്ഥി ക്യാമ്പുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലുമൊക്കെ ആയിരിക്കുന്നവരെ സമർപ്പിക്കാം. ഈ രാത്രിയിൽ ഭക്ഷണമില്ലാത്തവരെയും താമസ സൗകര്യങ്ങളില്ലാത്തവരെയും യാത്ര ചെയ്യുന്നവരെയും പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവരെയും നാളെ ഓപ്പറേഷന് വിധേയരാകുന്നതിന് വേണ്ടി രാത്രിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെയും ഭവനങ്ങളിലും ആശുപത്രികളിലും വളരെ ഗുരുതരമായ അവസ്ഥകളിലൂടെ, രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരെയും മരണാസന്നരായിട്ടുള്ളവരെയും മാനസിക ആരോഗ്യം നഷ്ടപ്പെട്ടവരെയും ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ കഴിയുന്നവരെയും മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായിരിക്കുന്നവരെയും കുടുംബസമാധാനം നഷ്ടപ്പെട്ടവരെയും ഏകാന്തതയിലും ദുഃഖത്തിലും നിരാശയിലുമായിരിക്കുന്നവരെ, വിദൂരങ്ങളിലും അന്യസംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലുമായിരിക്കുന്നവരെ, ജോലി അന്വേഷിക്കുന്ന മക്കളെ, വിവാഹത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ എല്ലാവരും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി 21 കരങ്ങൾ ഉയർത്തി യേശുനാമം വിളിച്ച് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കും. സാധിക്കുന്നവർ ശിരസ് തറയിൽ മുട്ടിച്ച് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ സൗഖ്യപ്പെടുത്തുന്നവനായ, ശക്തിപ്പെടുത്തുന്നവനായ, ഞങ്ങളുടെ ഉള്ളിലുള്ള തിന്മകളെ, തിന്മയുടെ അരൂപികളെ വചനമയച്ച് പുറത്താക്കുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും നീതിയുടെയും പാതയിലൂടെ നടത്തുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി, സന്തോഷമുള്ള രാത്രി, ആരോഗ്യവും പ്രാർത്ഥനയും ഒക്കെ ഉള്ളൊരു രാത്രി ആശംസിക്കുന്നു. നാളെ പ്രഭാതത്തിൽ കൂടുതൽ ആരോഗ്യത്തോടുകൂടെ ഉണർന്നെഴുന്നേറ്റ് ദൈവരാജ്യ ശുശ്രൂഷകളിൽ വ്യാപരിക്കാൻ സാധിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം.